30 ഡിസംബറിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയാസ് ഏതൊക്കെ നോക്കാം. നിഫ്റ്റിയിൽ നമുക്ക് 23,933 അതിൻ്റെ മുകളിലേക്ക് പോവുകയാണ്. 24,000 റേഞ്ചൊക്കെ മാർക്കറ്റ് വരികയാണെങ്കിൽ ഞാൻ താഴേക്കായിരിക്കും ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക. ഇനി ഇൻ കേസ് 23,647 താഴേക്കാണെങ്കിൽ ഞാൻ മുകളിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. അതാണ് പക്ഷേ വലിയ ലെങ്തി ഏരിയാസാണ്. കാരണം മാർക്കറ്റ് ഒരു വലിയൊരു ക്യാൻഡലിൻ്റെ ഉള്ളിൽ കുറേ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് അവസ്ഥ ഉള്ളത്. പിന്നെ അതാണിപ്പം നിഫ്റ്റിയിലുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചിലപ്പോൾ ഹൈകളും കാര്യങ്ങളൊക്കെ ലിക്വിഡിറ്റി ആയിട്ട് വർക്ക് ചെയ്യാം. പക്ഷേ ഞാൻ കുറച്ചും കൂടി മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് ആയതുകൊണ്ട് അത്രയും ലിക്വിഡിറ്റി ഏരിയാസിൻ്റെ വേണമെങ്കിൽ അന്ന് ട്രേഡ് ചെയ്യാമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഇനി അല്ല മാർക്കറ്റ് ഇതിൻ്റെ ഗ്യാപ്പിലാണെങ്കിൽ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ ലിക്വിഡിറ്റി ഏരിയയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ കറൻ്റ്ലി 50,951 താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ അപ്പ് സൈഡിലേക്കായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുക. 51,571 മുകളിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ ഡൗൺ സൈഡിലേക്കായിരിക്കും ഫസ്റ്റ് ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യാം. ഇനി മാർക്കറ്റ് ഫസ്റ്റ് ട്രേഡ് SL അടിക്കുകയോ ടാർഗറ്റ് അടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്ന ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. അതാണ് ഇപ്പോൾ എൻ്റെ പ്ലാൻ. ഇനി ഈ മാസം ഈ ഒരു വർഷത്തിൽ 1-2 ദിവസം കൂടെ ഉള്ളൂ ട്രേഡിങ്. അടുത്ത വർഷം മുതൽ പിന്നെ എന്താ പറയുക ജനുവരി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ് ഒക്കെ ക്രിസ്മസ് കഴിഞ്ഞു അന്ന് വിഷ് ചെയ്യാൻ പറ്റിയില്ല, സോറി. ഇനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നല്ല കമൻസൊക്കെ പറയാം. താങ്ക് യു, ബൈ.